ഷിപ്പ് നിൽക്കുന്നതാണ്. അതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പാണ്. തീരസംരക്ഷണ സേനയുടെ ഷിപ്പാണ്. സി റൈറ്റ് ഹാൻഡ് സൈഡ്, ദാറ്റ് വൺ ഈസ് കോസ്റ്റ് ഗാർഡ് ഷിപ്പ്. ആ ഷിപ്പ് നിൽക്കുന്ന സ്ഥലമാണ് ഹെറിറ്റേജ് സിറ്റി എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരിയാണ്. മട്ടാഞ്ചേരി 100 വർഷങ്ങൾക്ക് മുമ്പുള്ള ബിൽഡിങ്ങുകൾ പൊളിക്കാനോ പുതിയ ബിൽഡിങ്ങുകൾ പണിയാനോ അനുമതിയില്ലാത്ത സ്ഥലമാണ് മട്ടാഞ്ചേരി എന്ന് പറയുന്നത്. 26 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ഇപ്പോഴും വസിക്കുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരി. ഫസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ടാറിംഗ് റോഡ്, പോസ്റ്റ് ഓഫീസ്. ഉപയോഗിക്കുകയാണ്. അതിന്റെ പേര് ബ്രണ്ടൻ ബോട്ടിയാർ എന്നാണ്. ഫോർട്ട് കൊച്ചിയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ബ്രണ്ടൻ ബോട്ടിയാർ. ഇനി അതിന്റെ തൊട്ടടുത്ത് തന്നെ പോർച്ചുഗീസുകാരുടെ പള്ളിയുടെ ആകൃതിയുള്ള ബിൽഡിംഗ് നമുക്ക് കാണാം. അതാണ് ആസ്പിൻ വാൾ എന്ന് പറയുന്നത്. ലോകരാജ്യങ്ങളിൽ 26 രാജ്യങ്ങളിലാണ് ബിനാലെ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ബിനാലെ സംഘടിപ്പിക്കുന്നത് ആസ്പിൻ വാളിലാണ്. ഓക്കെ, നൗ ഈസ് ബിനാലെ ഈസ് ഹോസ്റ്റിംഗ് ആസ്പിൻ വാൾ. നമ്മൾ ഇവിടുന്ന് റിട്ടേൺ തിരിച്ച് പോവുകയാണ്. അപ്പൊ നമ്മുടെ അപ്പുറത്തേക്ക് ഇവിടെ അവസാനിച്ചിരിക്കുന്ന താഴെ ഒരു AC ഹാളുണ്ട്. DJ ഫ്ലോർ ആണ്. നിങ്ങൾക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ DJ പ്ലേ ചെയ്യും. ലെറ്റ്സ് ഗോ എൻജോയ് എവരിവൺ. റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഓഡിറ്ററി ബിൽഡിംഗ് ആണ്. അതാണ് ബ്രണ്ടൻ ബോട്ടിയാർ എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ദ ടൈം ഉണ്ടാവും. അതുപോലെ DJ ഉണ്ടാവും, പാട്ടുണ്ടാവും, ഡാൻസ് ഉണ്ടാവും, ലൈവ് ബാൻഡ് ഉണ്ടാവും. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിപ്പ് ആയിരിക്കും. ഇനി വരുമ്പോൾ നിങ്ങൾ അത് ചൂസ് ചെയ്യുന്നത്. കടലിലേക്ക് പോകുന്ന ഇതിന് വെസൽ എന്നാണ് പറയുന്നത് കേട്ടോ. ബോട്ട് ഇതിപ്പോ നമ്മള് ബാക്ക് വാട്ടറിലാണ് നമ്മൾ ഇരിക്കുന്നത്. കായലിലാണ്, വേമ്പനാട്ട് കായലിലാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ റിട്ടേൺ തിരിച്ചു പോവുകയാണ്.
ഇതൊരു കപ്പലാണ്, അപ്പുറത്തെ വേറെ കപ്പലാണ്. ഇതെന്താ SCI ചെന്നൈ. ക്രെയിം വന്നിട്ട് കണ്ടെയ്നർ പൊക്കുന്നുണ്ടോ, കണ്ടെയ്നർ കൊണ്ടുപോകുന്നുണ്ടോ? കണ്ടെയ്നർ കയറ്റി വെക്കുക. വലിയ കണ്ടെയ്നറുകൾ കൊണ്ടുവന്ന് വലിയ കണ്ടെയ്നറുകളെ കപ്പലിൽ ഇറക്കി വെക്കുന്നുണ്ടോ? 2 കണ്ടെയ്നർ ഒരുമിച്ചാണ് ഒരു ക്രെയിനിൽ എടുക്കുന്നത്. ഒരു ഷിപ്പ് വാങ്ങാം, വൈറ്റ് ബ്ലൂ കളറുള്ള ഷിപ്പ് വാങ്ങാം. ഡെൽഹി കവരത്തി എന്ന് പറയാം. ലക്ഷദ്വീപിലേക്ക് പോകുന്ന പാസഞ്ചർ ഷിപ്പ് ആകാറാണ് MV കവരത്തി. നിങ്ങളുടെ റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐലൻഡ് കാണാം. ഏറ്റവും നീളം കൂടിയ ഐലൻഡാണ്. 26 ദ്വീപുകളാണ് കൊച്ചി ചുറ്റപ്പറ്റിയുള്ള അതിലെ ഏറ്റവും നീളം കൂടിയ ഐലൻഡാണ് ഈ കാണുന്നത്. ഇതിന്റെ വൈപ്പിൻ എന്നാണ്. മോസ്റ്റ് ഫേമസ്, ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് വൺ ഈസ് ഇന്തോനേഷ്യ, സെക്കൻഡ് ഈസ് വൈപ്പിൻ. ആദ്യം ഇന്തോനേഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങി പറയുന്ന സ്ഥലം. ഇത് കഴിഞ്ഞാൽ വൈപ്പിനാണ് കേട്ടോ. ഇത് അല്ല, റോഡ് അപ്പുറത്തുണ്ട്, പക്ഷെ ഓൾക്ക് റോഡിൽ പറഞ്ഞ കുറേ ചുറ്റിക്കാണ്ട് അവിടെ വണ്ടികൾ വെച്ചിട്ടുണ്ടോ? ഇത് അവിടെ കൊണ്ട് ഇറക്കി വെക്കും, വണ്ടികളൊക്കെ അതിൽ കയറ്റും. ചൈനക്കാരെ നമുക്ക് സമ്മാനമായിട്ടുള്ളതാണ് ഈ കാണുന്ന ചീനവല. കൈതണിയാതെ മീൻ പിടിക്കുന്ന ഒരു സമ്പ്രദായമാണ് ചീനവല കേട്ടോ. ചൈനീസ് ഫിഷിംഗ് നെറ്റ്. പ്രസിഡന്റ് ബോർഡടിയാണ്. 15 ലക്ഷം കണ്ടെയ്നർ സേവ് ചെയ്യാൻ പറ്റുന്ന ബോട്ടാണ്. അതുപോലെ 1 മില്യൺ ഭാരമൊക്കെ എടുത്ത് ഉയർത്താൻ പറ്റുന്ന ക്രെയിൻസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്.
ഈ കാണുന്നത് കണ്ടൽക്കാടുകൾ എന്ന് പറയും. ഇതിന്റെ പേര് രാമദുരിതം എന്നാണ്. ഇത് മോസ്റ്റ് ഫേമസ് ഐലൻഡ് ഇൻ മുളവുകാട് ഗ്രാമപഞ്ചായത്ത് നോൺ ആസ് രാമൻ ദുരിത്. 2 കുടുംബങ്ങൾക്ക് വേണ്ടി ഇലക്ഷൻ വരെ സംഘടിപ്പിക്കുന്ന പോളിംഗ് ബൂത്തുള്ള സ്ഥലമാണ് ഈ കാണുന്ന രാമൻ ദുരിത്. വേമ്പനാട്ടിലൂടെയാണ്. അറബിക്കടലും വേമ്പനാട് കായലിലൂടെ സംഗമിക്കുന്ന സ്ഥാനമാണ്. ദേശീയ ജലപാതയാണ്. 208 കിലോമീറ്ററാണ്. തൃശ്ശൂർ കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ ദേശീയ ജലപാതയാണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു പാലം കാണാം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ് ഗോശ്രീ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. കൊച്ചി കായലിനെ ചുറ്റിപ്പറ്റി 26 ദ്വീപുകളാണുള്ളത്. അതില് 4 ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പാലമാണ് ഗോശ്രീ. That one is most famous bridge. Gosri Bridge. ബോൾഗാട്ടി പാലസ് ആണ്. അന്നത്തെ രാജാവായിരുന്ന ബാലരാമവർമ്മയ്ക്ക് ഡച്ചുകാര് സമ്മർ പാലസ് ആയിട്ട് സമ്മാനം കൊടുത്ത ബിൽഡിംഗ് ആണ് ഈ കാണുന്ന ബോൾഗാട്ടി പാലസ് എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകളുടെയൊക്കെ ലൊക്കേഷൻ ആണ്. നിങ്ങൾ വെള്ളി നക്ഷത്രം സിനിമ കണ്ടിട്ടുണ്ടോ? ഹൊറർ സിനിമ വെള്ളി നക്ഷത്രം ഷൂട്ട് ചെയ്തത് ഇവിടെയാണ്. അതുപോലെ ദിലീപേട്ടന്റെ മൈ ബോസ്, ഇതിൽ ദിലീപേട്ടന്റെ വീടായിട്ട് കാണിക്കുന്നത് ഈ കാണുന്ന ബോൾഗാട്ടി പാലസ് ആണ്. നൗ കൺട്രോൾ ബൈ KTDC, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഹെറിറ്റേജ് റിസോർട്ട് ആൻഡ് 3-star hotel. See right hand side, white color pipeline. That one is COD, Cochin Oil Terminal. ആ പൈപ്പ് ലൈൻ ആണ് ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്യുന്ന പൈപ്പ് ലൈനാണ്. 35 കിലോമീറ്റർ നീളമുള്ള അമ്പലമുകൾ എന്ന സ്ഥലത്തേക്ക് ക്രൂഡ് ഓയിൽ പമ്പ് ചെയ്യുന്ന പൈപ്പ് ലൈനാണ് ആ കാണുന്ന COD, സൗത്ത് ടാങ്കർ ബർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ആ പൈപ്പ് ലൈൻ നിൽക്കുന്ന ആ സ്ഥലത്തിന്റെ ആണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. ഇന്ത്യസ് മാൻമെയ്ഡ് ഐലൻഡ്, ലാർജസ്റ്റ് ഐലൻഡ് ആണ്. 7 കിലോമീറ്റർ നീളവും 4 കിലോമീറ്റർ വീതിയുമുള്ള മാൻമെയ്ഡ് ഐലൻഡ് ആണ്. അത് ക്രിയേറ്റ് ചെയ്തത് സർ റോബർട്ട് ബ്രിസ്റ്റോ, അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയും കേരളത്തിന്റെ ഗവർണറും വരുന്ന ലോർഡ് വെല്ലിംഗ്ടൺ പ്രഭുവിന്റെ പേരിലാണ് ഐലൻഡ് അറിയപ്പെടുന്നത്. ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ട്, ഫസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് വെല്ലിംഗ്ടൺ ഐലൻഡ്. അപ്പോൾ ആദ്യത്തെ ഇന്റർനാഷണൽ എയർപോർട്ട് അവിടെയായിരുന്നു. ഇപ്പോൾ നേവിയുടെ എയർപോർട്ടാണ്. റെയിൽവേ സ്റ്റേഷൻ, ഇന്റർനാഷണൽ ടൂറിസ്റ്റ് ടെർമിനൽസ്, സി മലയാളം or ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്,
തമിഴൊന്ന് കൈ വിടുക. തമിഴ് ടേബിൾ 2 പേര് 3 പേരോ 5 പേര്. അപ്പോ കുറച്ച് കുഞ്ഞും തമിഴ് തരും. ഇംഗ്ലീഷ് കോച്ചിൽ third one is Parla. 3 we have 3 marine rails divided into 3 bridges. 3 പാലങ്ങളായിട്ടാണ് ബ്രിഡ്ജസ് തിരിച്ചിരിക്കുന്നത്. കെട്ടുവള്ളത്തിന്റെ ആകൃതിയുള്ള ഒരു പാലം ആയ INS വിക്രാന്ത് ബിൽഡ് ചെയ്തത് കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. 20,000 കോടി നെൽമുടക്കിലാണ് കൊച്ചിൻ ഷിപ്പ്. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായ ഷിപ്പാണ് INS വിക്രാന്ത്. ഇപ്പൊ പാകിസ്ഥാനെ ഫൈറ്റ് ചെയ്യുന്നില്ലേ, അത് INS വിക്രാന്ത് ബിൽഡ് ചെയ്തത് കൊച്ചിൻ ഷിപ്പ്. ലാർജസ്റ്റ് ഷിപ്പ് ബിൽഡ് ആണ് വേണ്ടത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. നിങ്ങളുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കി. സി റൈറ്റ് ഹാൻഡ് സൈഡ് ദാറ്റ് വൺ ഈസ് ഫേമസ് ഐലൻഡ് വോൾഗാറ്റിക് ഐലൻഡ്. Gracias.